നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. തുർക്കി, സൗദി, പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ സ്വാഗതം ചെയ്ത ട്രംപ്. തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും അടുത്തിടെ ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാർ സ്വാഗതം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ കരാർ പ്രാദേശിക സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വലിയൊരു ചുവടുവയ്പ്പാണെന്നും ട്രംപ് പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. 3 രാജ്യങ്ങളുടെയും മഹത്തായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു വലിയ ധീരമായ സുപ്രധാന ചുവടുവയ്പ്പാണെന്നും ട്രംപ് പറഞ്ഞു. ഈ മാസം 7-നാണ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്നിവർ ചേർന്ന് മക്ക ഉടമ്പടി എന്ന പേരിൽ സംയുക്ത പ്രതിരോധ കരാർ ഒപ്പുവെച്ചത്. US സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ഇറാൻ സൈന്യം. $30,000 ഏകദേശം 28 ലക്ഷം രൂപയാണ് സൈന്യം പാരിതോഷികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വനിതകളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നതെങ്കിൽ ഇരട്ടി പാരിതോഷികം നൽകുമെന്നും ഇറാൻ അറിയിച്ചു. ഇറാൻ സൈനിക തലവൻ അമീർ ഹദാമിയെ ഉദ്ധരിച്ച് ഇർന വാർത്താ ഏജൻസിയാണ് വിവരം പുറത്തുവിട്ടത്. നിലവിൽ US ഇറാനിൽ കരയുദ്ധം നടത്തുന്നില്ല. ഏപ്രിൽ USന്റെ ഒരു വിമാനം ഇറാനിൽ തകർന്നു വീണപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മാത്രമാണ് US ഇറാൻ മണ്ണിൽ നേരിട്ടിറങ്ങിയത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് USന്റെ സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. BJPയിൽ സംഘടനാ അഴിച്ചുപണി. കേരളത്തിൽ നിന്ന് 3 നേതാക്കൾക്ക് സാധ്യത. BJPയിൽ പുനഃസംഘടന ചൊവ്വാഴ്ച നടക്കുമെന്നാണ് സൂചന. ഈ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്രമന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് BJP ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ നിതിൻ നബീൻ ആണ്. ഈ പശ്ചാത്തലത്തിൽ പുതിയ ഭാരവാഹി പട്ടികയിൽ യുവതലമുറയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് സാധ്യത. ദേശീയ പ്രവർത്തക സമിതിയിലേക്ക് കേരളത്തിൽ നിന്ന് 3 പ്രധാന നേതാക്കളുടെ പേരുകൾ മുൻഗണനാ പട്ടികയിലുണ്ട്. ദേശീയ നേതൃത്വത്തിലേക്ക് പുതുമുഖമായി പ്രതീക്ഷിക്കുന്ന അനൂപ് ആന്റണിക്ക് യുവമോർച്ച പ്രഭാരി സ്ഥാനം ഒഴിഞ്ഞ ശേഷം മറ്റ് കാര്യമായ ചുമതലകൾ നൽകിയിരുന്നില്ല. പുതിയ പട്ടികയിലൂടെ അദ്ദേഹത്തിന് അർഹമായ പരിഗണന ലഭിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനവും ഹെലികോപ്റ്ററും വാങ്ങാൻ സ്വകാര്യ കമ്പനിക്ക് പാർട്ടി ഫണ്ടിൽ നിന്ന് കോടികൾ നൽകി. എംബ്രയർ ജെറ്റ് വിമാനവും അഗസ്റ്റ VIP ഹെലികോപ്റ്ററും വാങ്ങാൻ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഫണ്ടിൽ നിന്നും വിമാന കമ്പനിക്ക് നൽകിയത് 160 കോടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. ഈ വിമാനവും ഹെലികോപ്റ്ററും ഉയർന്ന നിരക്കിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ വാടകയ്ക്കെടുത്തതായും കണ്ടെത്തി. 187 കോടി രൂപയാണ് തൃണമൂൽ കോൺഗ്രസ് വാടകയായി വിമാന കമ്പനിക്ക് നൽകിയത്. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമാന കമ്പനിയായ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച ED നടത്തുന്ന അന്വേഷണത്തിലാണ് നിർണായകമായ കണ്ടെത്തലുകൾ. 1 കോടിയുടെ ലഹരിയുമായി ദമ്പതികളടക്കം 3 പേർ പിടിയിൽ. പാലക്കാട് വൻ MDMA വേട്ട. ഒലവക്കോട് വെച്ചാണ് 1 കിലോ MDMAയുമായി ദമ്പതികളും സുഹൃത്തും പോലീസിന്റെ പിടിയിലാകുന്നത്. MDMAയ്ക്ക് പുറമെ കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവയും പിടികൂടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നസീൻ, വേങ്ങര സ്വദേശി അസ്രുദ്ദീൻ, ഭാര്യ മംഗലാപുരം സ്വദേശി ബി ഫാത്തിമ എന്നിവരാണ് പിടിയിലായത്. 1 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ഓണക്കാലത്ത് സ്പെഷ്യൽ വിൽപ്പനയ്ക്ക് വേണ്ടി ബംഗളൂരുവിൽ നിന്നാണ് പ്രതികൾ MDMA എത്തിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഇന്നോവ കാറിലായിരുന്നു പ്രതികളുടെ ലഹരിക്കടത്ത്. ഇവർ സ്ഥിരം ലഹരിക്കടത്തുകാരാണെന്നും പ്രതികൾക്ക് പിന്നിൽ വൻ റാക്കറ്റുണ്ടെന്നും പോലീസ് പറഞ്ഞു. ശിവസൂര്യയുടെ തിരോധാനം അന്വേഷണം ഇന്ന് SIT ഏറ്റെടുക്കും. ശിവസൂര്യയുടെ തിരോധാനത്തിൽ അന്വേഷണം ഇന്ന് SIT ഏറ്റെടുക്കും. ശിവസൂര്യയെ തേടി പോലീസ് മൈസൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വാരണാസിയിലെ മലയാളി സംഘടനകളെ ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 8-ന് ശിവസൂര്യയെ കണ്ടതായി അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:45-ന് ശേഷം ശിവസൂര്യ അതിവേഗം പോകുന്നത് കണ്ടിരുന്നു. സ്കൂൾ ബാഗും ഉണ്ടായിരുന്നതിനാൽ സംശയം തോന്നിയില്ലെന്നാണ് അയൽവാസികൾ പ്രതികരിച്ചത്. വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത. സ്കൂളുകളിൽ ഓണാഘോഷ ദിനത്തിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം.
ഓണാഘോഷ ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലെത്താൻ അനുമതി. ഓഗസ്റ്റ് 21 നടക്കുന്ന സ്കൂളുകളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് യൂണിഫോമിൽ ഇളവ് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓണാഘോഷ വേളയിൽ സ്കൂൾ യൂണിഫോമിന് പകരം വിദ്യാർത്ഥികൾക്ക് അവരുടെ താൽപ്പര്യപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷങ്ങളുടെ ഭാഗമാകാം. ഇത് സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായ 7ാം ക്ലാസ്സുകാരൻ ബിലാലിന്റെ മൃതദേഹം കണ്ടെത്തി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ 7ാം ക്ലാസ്സുകാരൻ ബിലാലിന്റെ മൃതദേഹം കണ്ടെത്തി. കൊതുമുക്ക് പാലത്തിന് അടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ബിലാലിനെ കാണാതായത്. അതിനുശേഷം നടത്തിയ തെരച്ചിലിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വേണ്ടിയാണ് ബിലാൽ വീട്ടിൽ നിന്ന് പോയത്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം സുപ്രധാന നിയമനങ്ങൾ ആയില്ല. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി 3 മാസമായിട്ടും മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള സുപ്രധാന നിയമങ്ങൾ അനിശ്ചിതത്വത്തിൽ. മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ച ശരത് ചന്ദ്രനെ ഇനിയും പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ശരത്തിന് പകരം മറ്റൊരാളെ മന്ത്രി നിർദ്ദേശിക്കാൻ സാധ്യത ഇല്ലെന്നാണ് വിവരം. ബോർഡ്, കോർപ്പറേഷൻ, കമ്മീഷൻ നിയമനങ്ങളും എങ്ങും എത്തിയിട്ടില്ല. മെയ് 18 മുഖ്യമന്ത്രിക്കൊപ്പമാണ് ബിന്ദു കൃഷ്ണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നാലെ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറിയായ ശരത് ചന്ദ്രനെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. ഈ ഓഫീസ് വഴിയും ആവശ്യപ്പെട്ടു. തീരുമാനം വൈകിയപ്പോൾ ആവശ്യം മന്ത്രി വീണ്ടും ഉന്നയിച്ചതായാണ് വിവരം. ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും വിലയിരുത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കിയതായി ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്തുടനീളം പരിശോധന വ്യാപകമാക്കി. സംസ്ഥാനത്ത് ആകെ 5016 പരിശോധനകളാണ് നടത്തിയത്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 705 നോട്ടീസ് നൽകി. 390 ഭക്ഷ്യസ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്താനുള്ള ശുപാർശ നോട്ടീസും നൽകി. കൂടാതെ 623 ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 1899 സർവേലൻസ് സാമ്പിളുകളും ശേഖരിക്കുകയും ചെയ്തു. ഓണക്കാലത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന പപ്പടം, ശർക്കര, വെളിച്ചെണ്ണ, നെയ്യ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക പ്രാധാന്യമാണ് പരിശോധനയിൽ നൽകുന്നത്. ശർക്കര, വെളിച്ചെണ്ണ, നെയ്യ് തുടങ്ങിയ പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി ലബോറട്ടറികളിലേക്ക് അയച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തും.